Hello. Good afternoon. Good afternoon, madam. Good afternoon, madam. Good afternoon, ma'am. 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 Okay. Good afternoon once again. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. So, Yes, ma'am. We are happy. okay, happy. മതി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ നന്നായിട്ടിരിക്കുക. അത് തന്നെയാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ എന്താ പറയാ, നിങ്ങളൊരു പുതിയ കോഴ്സ് ഓൾറെഡി യു ഹാവ് സ്റ്റാർട്ടഡ്. ഇന്നലെ മുതൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ക്ലാസ്സസ്. അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ, ഓരോരുത്തരും എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ എല്ലാ ബ്ലെസ്സിങ്സും. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ ക്ലാസ് ടുഡേ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് മിസ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ചോദിക്കുമല്ലോ, ക്ലാസ്സുകൾ നിങ്ങളോടും ചോദിക്കും, അതുപോലെ തന്നെ മിസ്മാരോടും നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്, ഹൗ വാസ് യുവർ റെസ്പോൺസ്, വാട്ട് അബൌട്ട് യുവർ കോപ്പറേഷൻസ് ഒക്കെ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോ കിട്ടിയ ഒരു കാര്യം, ക്ലാസ്സസ് സ്റ്റുഡൻസ് ആർ ഓക്കെ ആൻഡ് എവരിവൺ നല്ല രീതിയിലാണ്, റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിലാണ്. പക്ഷെ ആവശ്യമില്ലാത്ത സമയത്തും ചില റെസ്പോൺസുകൾ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ ഒരിത്. എന്ന് വെച്ചാലേ, നമ്മളിപ്പോ ഇത്രയും സ്റ്റുഡൻസ്, ഐ തിങ്ക് ഇപ്പൊ അത് 140 സ്റ്റുഡൻസ് ആയി. ഇന്നലെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമുക്ക് 142 ഉണ്ട്. അതിൽ 2 ഞാനാണ്, ഒന്ന് എന്റെ പ്രസന്റേഷൻ, ഒന്ന് ഞാൻ. അല്ലാതെ 140 സ്റ്റുഡൻസ് ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്, കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പൊ ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ചിന്തിക്കണം. ഇത് എന്താ പറയാ, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് അതിന് അപ്പൊ തന്നെ ആൻസേഴ്സ് കൊടുക്കാം. ഇങ്ങനെ ഇത് ഓൺലൈൻ ക്ലാസ്സിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കും. ഇത്രയും പേരുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമല്ലാതെ ഇന്നത്തെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. ഇന്നലെ അതുപോലെ ഇടയ്ക്ക് വെച്ചിങ്ങനെ ബ്രേക്ക് ആക്കേണ്ടയും അത് പിന്നെ വീണ്ടും ക്ലാസ് ഒക്കെ എടുക്കേണ്ടിയൊക്കെ വരും. കാരണം ഇപ്പൊ ആരെങ്കിലും അത് മ്യൂട്ട് ചെയ്യാതിരുന്നാൽ, ക്ലാസ് ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി യു ഹാവ് ടു മ്യൂട്ട് യുവർ ഡിവൈസ്. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ട് ചെയ്ത് വെക്കുക. ആരെങ്കിലും ഒരാൾ, ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഒരാള് അൺമ്യൂട്ട് ചെയ്താൽ മതി, മൊത്തം ക്ലാസ്സസ് ഡിസ്റ്റർബ്ഡ് ആകും. അപ്പൊ ഇവരിലേക്ക് എത്തുന്ന, നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ എത്തുന്നത് ബ്രേക്ക് ചെയ്ത് തരാനായിട്ട്. ഈ ബ്രേക്ക് ചെയ്യുന്നത് എന്റെ സംസാരിക്കുന്നത് ഞാൻ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നതല്ല. ഇങ്ങനെ ഒരാള് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന എക്കോന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ബ്രേക്കിങ്സ് വരിക. അങ്ങനെ ബ്രേക്കിങ്സ് വരുമ്പോൾ നമ്മളതും ശ്രദ്ധിച്ചിരിക്കില്ല. നമ്മളുടെ ക്ലാസ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം നമുക്ക് ചിലപ്പോൾ ഇത്തരം നോട്ടീസ് ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൺട്രോളിലാണത്. നിങ്ങളുടെ ഡിവൈസിനെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യണം. മ്യൂട്ട് ചെയ്യാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അൺമ്യൂട്ട് ചെയ്തു, നിങ്ങൾ കാര്യം പറഞ്ഞു, വിതിൻ ദ സെക്കൻഡ്സ്, ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യാനായിട്ട് ചിന്തിക്കുക. അതിനെ കുറിച്ച് മറന്നു പോകരുതെന്ന്. ചില ആൾക്കാരത് അൺമ്യൂട്ട് ചെയ്യുന്നത്
പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, പക്ഷെ മ്യൂട്ട് ചെയ്യാൻ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ വല്ല ട്രാവലിംഗിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് പ്ലേസിലായിരിക്കാം. അങ്ങനെ ഒത്തിരി ആളുകൾ, ഡിഫറെന്റ് ആളുകളാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരത് ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഞാനിത് സൗണ്ട് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരാൾ അൺമ്യൂട്ട് ചെയ്താൽ അവിടെ ഏത് തരത്തിലുള്ള മറ്റ് സൗണ്ടുകൾ ഇല്ല എങ്കിലും നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ അവിടെ ബ്രേക്ക് ചെയ്തായിരിക്കും CPNന്റെ അടുത്ത് എത്തുക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ യു ഹാവ് ടു കോപ്പറേറ്റ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സിന് വീണ്ടും അത്രയും ചിലപ്പോ ഒത്തിരി പറഞ്ഞു തന്നത് വീണ്ടും ആദ്യമേ മുതൽ രണ്ടാമത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ എന്താ പറയാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിർത്തും ടീച്ചേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ ഹാവിംഗ് മോർ നോട്ട്സ് ടു ഗിവ്, നിങ്ങൾക്ക് കൂടുതൽ നോട്ട്സ് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 45 minutes ക്ലാസ് എടുത്താൽ ബാക്കി 15 minute നോട്ടൊക്കെ കൊടുക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ എടുക്കാം. അല്ല അധികം നോട്ട്സ് നമുക്ക് എക്സ്ട്രാ കൊടുക്കാനില്ല എന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലാസ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ അവരും അതനുസരിക്കും, നിങ്ങളും അതനുസരിക്കും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് ഇറ്റ് ഹിയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ആയിട്ട് എല്ലാവരെയും ഓൾ മ്യൂട്ട് കൊടുത്ത് മിണ്ടാതിരുത്തേണ്ടി വരും. അത് അത്ര പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാനിട്ടല്ല, പക്ഷെ അത് ഒരു നല്ല രീതിയിലല്ലോ. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഇൻ ബിറ്റ്വീനിൽ നമ്മളൊന്ന് ചോദിക്കുമ്പോ ഒരു എന്തെങ്കിലും ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ നമ്മൾ റേഡിയോ കണക്കായിപ്പോ അങ്ങോട്ട് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, ഇങ്ങോട്ടേക്ക് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ആയിപ്പോ. അപ്പൊ നമ്മൾ ഒരു വൺ മാൻ ഷോ കളിക്കുന്ന പോലെ ആയി പോകുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൾ മ്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കാത്തത്. അപ്പൊ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ആർക്കും ഉണ്ടാകില്ല. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? Yes, ma'am. Yes, ma'am. ഓക്കെ. Yes, ma'am. ഓക്കെ, അപ്പൊ അത്തരം ഡിസ്റ്റർബൻസുകൾ നമ്മളുടെ കയ്യിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആക്കി. ഇത് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ടീച്ചേഴ്സിന് മാത്രമല്ല, നമ്മൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് ക്ലാസ് മതിയാക്കി കിട്ടിയില്ല, ഇടയ്ക്ക് വെച്ച് ആൾക്കാർ അൺമ്യൂട്ട് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആയി, ഞങ്ങൾക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലായില്ല എന്നൊക്കെ ഇൻഫർമേഷൻസ് ഈ മെസ്സേജ് ആയിട്ട് അവിടെ ഓഫീസുകളിലും എത്തും. അപ്പൊ ഓഫീസിലെത്തുമ്പോ അവിടെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാനാണെങ്കിൽ ടീച്ചർ തന്നെ വന്നാലും പിറ്റേ ദിവസമാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുക. നമ്മൾക്ക് അതൊരു ഇൻഫർമേഷൻ ആയിട്ട് തരും. പക്ഷെ അത് വീണ്ടും നമ്മൾ ആ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ സമയം എന്തോരം പോകാൻ നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ 6 months കോഴ്സ് ഇപ്പൊ 1 year കോഴ്സ് ആയിട്ടൊക്കെ മാറേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെ കുറച്ചൊന്ന് സഹകരിക്കണം. എന്റെ പേര് ഇതുവരെ മനസ്സിലായില്ല. ഇൻട്രൊഡക്ഷൻ അതല്ലോ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് ഞാനാണല്ലോ തന്നെ. എന്റെ പേര് മനസ്സിലായില്ല. എന്റെ പേര് നിഷ എന്നാണ് കേട്ടോ, നിഷ. അപ്പൊ എന്റെ പേരിൽ ഒരു നോട്ട്ബുക്ക് ഞാൻ പറഞ്ഞിരുന്നു, നോട്ട്ബുക്ക് ഒക്കെ ഒരു 3-4 എണ്ണമൊക്കെ എടുത്ത് വെച്ചോ എന്ന്. അപ്പൊ ആ ബുക്കിൽ ഇപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നോട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ 35 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ്. അത് കുറേശ്ശെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്ന 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അതൊന്ന് പ്രിന്റ് ഔട്ട്സ് എടുത്ത് എല്ലാം ആ 35 ചാപ്റ്റേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് ഒരു ബുക്ക് പോലെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ ഓരോ ടീച്ചേഴ്സ് വരുമ്പോ അവര് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് എടുത്ത് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്നതിന് ഒരു സ്ഥലമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വർക്കിംഗ് പ്ലേസിലാണ്. എന്തായാലും ആദ്യത്തെ ക്ലാസ്സിൽ എന്തായാലും അവർ വരുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് ചാപ്റ്റർ ടീച്ചർ എടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ അല്ലാത്ത പിന്നെയുള്ള ക്ലാസ്സുകൾ ഇപ്പൊ ഓരോ ചാപ്റ്റർ തീരുമ്പോൾ അടുത്ത ചാപ്റ്റർ ഞാൻ ഇന്നതാ എടുക്കാൻ പോണെന്ന് ടീച്ചേഴ്സ് പറയും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കാം. ഈ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. അതും എന്തോ ചില ആളുകൾ ചോദിച്ചു പറഞ്ഞു, അടുത്ത ടീച്ചർ ആരാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, ഞങ്ങൾ എങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ ആ പ്രശ്നം വന്നിട്ടുള്ളൂ. ഇന്നിപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ല. കാരണം നമുക്ക് അതിങ്ങനെ വെച്ച് ഇന്ന് ടീച്ചർ ഇന്നതായിരിക്കും എടുക്കാൻ പോകുന്നത് നമുക്ക് അസ്യൂം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതെനിക്കറിയാം, നിങ്ങൾക്കും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ടീച്ചേഴ്സ് വരുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് തീരാറാവുമ്പോൾ ടീച്ചർ പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ന
ടോപ്പിക്കാണ് കേട്ടോ എടുക്കുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കും. അത് പറയാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഫസ്റ്റ് ക്ലാസ്സസ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെ ആവും. കാരണം നാളെയാണ് നിങ്ങളുടെ, ഇപ്പൊ നാളെ ഇനി എന്റെ അവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ആകാം. ബിക്കോസ് ഏത് ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ക്രീനിലെ നോട്ടിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിലധികം ഒന്നും നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല. കുറച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് തന്നെ പറഞ്ഞു തരുമ്പോൾ ഏകദേശം ഐ തിങ്ക് നമ്മുടെ സമയം തന്നിരിക്കുന്ന സമയം കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് നോക്കുക. അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വരാൻ പാടില്ല. ഇങ്ങനെയുള്ള കംപ്ലൈന്റ്, അയ്യോ ഞങ്ങൾക്ക് കേട്ടില്ല, അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്തതുകൊണ്ട് അവരോ മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയില്ല, അങ്ങനെ മനസ്സിലായില്ല, ഇങ്ങനത്തെ ഡൗട്ട്സുകൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്താണ് പോകണ്ടേ. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഞാൻ നിങ്ങൾ പീപ്പിൾ അല്ല, എല്ലാവരും കൂടി. ഓക്കെ, അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൈപ്പിടിയിലാണ്. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ, മറ്റുള്ളവരെ അയ്യോ അത് പറ്റിയില്ല എന്ന് പറയുന്നത് അവിടെ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ നമ്മളുടെ കയ്യിൽ തന്നെയാണ്. ആ സൊല്യൂഷൻ നമ്മൾ തന്നെ എന്താക്കണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്? ഇനി വീണ്ടും അടുത്തടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും ഈ ടീച്ചേഴ്സ് ഒന്നും ഇങ്ങനെ പറയും, വീണ്ടും ഞാൻ കയറി പറയാം, അതിന്റെ ആവശ്യം ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡൗട്ടെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒന്ന് പതുക്കെ ഒന്ന് ടൈപ്പ് ചെയ്തോ ഒക്കെ ഒന്ന് അവിടെ ഷെയർ ചെയ്താൽ അത് ഞാൻ റീഡ് ചെയ്യും. നമ്മൾ റീഡ് ചെയ്യും. അത് റീഡ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീനിൽ പറയേണ്ടതാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അതിന്റെ ആൻസേഴ്സ് തരും. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആകാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഒരു കുഞ്ഞു എന്താ പറയാ മെസ്സേജ് പോലെ ഒന്ന് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വായിച്ച് മനസ്സിലാക്കി അതിനുള്ള റിപ്ലൈ അന്നേരം തരാനായിട്ട് അപ്പൊ തന്നെ തരേണ്ടതാണെങ്കിൽ അപ്പൊ തന്നെ തരും. ആഫ്റ്റർ ക്ലാസ് ആണെങ്കിൽ ആഫ്റ്റർ ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ്. എനിക്ക് കൂടുതൽ നമ്മൾ എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും തന്നെ പലപ്പോഴായിട്ട് സീസൺസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒക്കെ പോകും അല്ലെ. മൺസൂൺ, അതായത് നമ്മുടെ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ നമ്മൾ പല ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രീറ്റ്മെന്റിന് മാത്രമല്ല, ഇപ്പൊ ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാൻ മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പോകും, അവർക്ക് കൂട്ടിന് പോകും, അല്ലെ ആരെങ്കിലും കൊണ്ടുപോകും, വീട്ടിലുള്ള വയസ്സായ അമ്മമാരെയോ കൊച്ചുങ്ങളെയോ ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ നമ്മളുടേത് മാത്രമല്ലാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ പല പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ്, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ കുറെ കാര്യമൊക്കെ നമുക്കറിയായിരിക്കും, കുറെ കാര്യങ്ങളൊക്കെ. എന്നാൽ നമുക്ക് കുറച്ചൊക്കെ അറിയില്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. എല്ലാ കാര്യവും നമുക്കൊക്കെ എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക, ഡോക്ടറെ അടുത്ത് പോവുക, ഡോക്ടറെ കാണുക, ചീട്ടെടുക്കുക, അതിന്റെ എന്താ പറയാ കൺസൾട്ടേഷന് പോയി വേണ്ടി വെയിറ്റ് ചെയ്യാം. കൺസൾട്ടേഷൻ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് ബിൽ പേ ചെയ്യാം. അതിന് ശേഷം വീട്ടിൽ പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മളവിടെ ഇൻപേഷ്യൻസ് ആയിട്ട്, അതായത് നമുക്ക് ട്രീറ്റ്മെന്റ് അവിടെ കിടത്തിയിട്ടാണ് നമുക്ക് തരേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തും പല രീതിയിലുള്ള ചികിത്സകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അങ്ങനെ 2 രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവരായിരിക്കും ഒട്ടുമിക്കവാറും തന്നെ. എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇനി അഡ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഉണ്ടാകും. എല്ലാവരും ഇനി അയ്യോ എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്നത് വേണ്ടിയിട്ടാണ്. നല്ല കാര്യം. കാരണം നമ്മൾ എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് തന്നെയാണ് എപ്പോഴും ആ ഒരു പ്രോബ്ലം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കിയ. രോഗം വരട്ടായിരുന്നു, 2 ദിവസമൊക്കെ പോയി ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ചികിത്സയൊക്കെ നേടി അല്ലെ, അതല്ല വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. 1-2 ദിവസം റെസ്റ്റ് ചെയ്യാൻ എന്താ പറ്റുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് we may have visited hospitals സന്ദർശിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് ഹോസ്പിറ്റൽസിനെ കുറിച്ചുണ്ട്.
മാത്രമല്ല കുറച്ച് അറിവില്ലായ്മകളും നമുക്ക് ഹോസ്പിറ്റൽസിനെ കുറിച്ചുണ്ട്. അപ്പൊ നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതും ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ഒക്കെ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഈ പറയുന്നത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ബിഫോർ സ്റ്റഡിങ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഓരോ റൂമിലൊക്കെ ഓരോ ഡോക്ടേഴ്സ് ഇരിക്കുമല്ലോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ റൂം, ആ ഡോക്ടേഴ്സ് ഇരിക്കുന്ന റൂമിന്റെ പുറത്തായിട്ട് ഒരു നെയിം ബോർഡ് ഉണ്ടായിരിക്കും അല്ലെ. ആ ഡോക്ടറിന്റെ പേര് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ പേരുണ്ടാവുമല്ലോ, ഡോക്ടർമാർക്ക് പേരുണ്ട്, അവരുടെ പേര്, അതിന്റെ ബിലോയില് അവരുടെ ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ തിരക്കി പിടിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലെ. MBBS, MD, അങ്ങനെ 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 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആഡ് ഓൺ ചെയ്ത ഒത്തിരി ക്വാളിഫിക്കേഷൻസ് വിൽ ബി റിട്ടൺ ഓൺ ദാറ്റ് നെയിം ബോർഡ്. അത് ഉണ്ടായിരിക്കും. കൂടാതെ നോട്ട് കാണുന്നില്ല, എങ്കിൽ ഇതൊരു മറ്റൊരു പ്രശ്നമാണ്. നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. ക്യാൻ യു സീ ഇറ്റ്? എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണോ? ആർക്കെങ്കിലും ഒരാൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് എനിക്ക് അറിയാൻ മതി. കാണാം. ഓക്കെ ഓക്കെ. അതുകൂടി ഒന്ന് പറഞ്ഞേട്ടെ. നോട്ട് കാണാനില്ല എന്ന് ആരോ പറഞ്ഞിട്ടാ. അതെ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം കേൾക്കാൻ പറ്റില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സിലും സ്ക്രീൻ ഷെയർ ചെയ്യും. ഒട്ടുമിക്കവാറും എല്ലാ ക്ലാസ്സിലും നോട്ട്സിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. കാണുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ അത് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ ഒരാരെങ്കിലും അതിന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ ആർക്കെങ്കിലും കുറച്ചു പേർക്കൊക്കെ കാണാതിരിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളുടെ പ്രശ്നമാണ്, നമ്മളുടെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. മ്യൂട്ട് ചെയ്യാമോ അഞ്ജലി? പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ അത്തരം പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ മാത്രം പ്രശ്നമാണെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാവരും കൂടി ഇങ്ങോട്ട് പറയും, മിസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലല്ലോ, പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലീവ് ദ കോൾ ആൻഡ് അഗെയിൻ ജോയിൻ. വീണ്ടും ഒന്നുകൂടി അങ്ങനെ ജോയിൻ ചെയ്യണം. അത്രയുള്ള പ്രശ്നം. അപ്പൊ തീരും പ്രശ്നം. ഓക്കെ, അതുപോലെ കേൾക്കാണ്ടാവും. ഈ നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, കിട്ടാണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതുപോലെ ഇനി ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ ഓർക്കുക അവിടെ ആരോ അത് മ്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സിംറ്റംസ് ആണ്, കുറച്ച് ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം പല പല കാര്യങ്ങൾക്കൊക്കെ ഹോസ്പിറ്റൽസിൽ പോയി. അപ്പൊ നമ്മളിങ്ങനെ ബോർഡും അല്ലെ ഹോസ്പിറ്റലില് അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നെയിം ബോർഡ് ഉണ്ടാകും, അവരുടെ പേരിന്റെ താഴെ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? അവർ ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നു? കാർഡിയോളജി ആണെങ്കിൽ കാർഡിയോളജിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഒഫ്താൽമോളജിസ്റ്റ് കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ ഗൈനക്കോളജി ഒത്തിരി കാര്യങ്ങൾ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള നെയിം ബോർഡുകൾ കാണാം. പിന്നെന്ത് കാണാം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ റൂമുകൾ കാണാം, വാർഡുകൾ കണ്ടിട്ടുണ്ടാകും, ലാബ് കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫാർമസി കണ്ടിട്ടുണ്ടാകും അല്ലെ. ഇങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദർ സം അതർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് കനോട്ട് ബി സീൻ. നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ വിസിബിൾ ആകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നിടത്തോ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കാണാത്തതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അറിയണ്ടേ? അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാനുള്ള ഒരു ടേബിൾ ആണ്, ഒരു ചെറിയ എന്താ പറയാ ടേബിൾ പ്രസന്റേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഇതിന്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഭാഗം ഇതിന്റെ താഴേക്ക് ഇവിടെ ഇങ്ങനെ കുറെ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ഈ ഇതിന്റെ ഒരു എന്താ പറയാ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത് എന്നുള്ളതിന്റെ ആ ഒരു സം ടോട്ടൽ അതെല്ലാം കൂടി ഒതുക്കി ഒരു ടേബിൾ പ്രസന്റേഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ലെറ്റ്സ് ഗോ ത്രൂ ദിസ് ടേബിൾ. ഈ ഒരു ടേബിളിലൂടെ നമുക്കൊന്ന് എന്തൊക്കെയാണ് അവിടെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നൊന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ, വെറുതെ ഒരു മനസ്സിലാക്കലാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മനസ്സിലാക്കൽ ഈ ചാപ്റ്ററിന്റെ ബാക്കിൽ കൂടി നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ട് നടത്തും. ഓക്കെ, മനസ്സിലായോ പറയുന്നത്? എന്റെ ഭാഷ മനസ്സിലാവുണ്ടോ? ചില അതെ പല ഓക്കെ അതെ പല പല ഡിസ്ട്രിക്ട്സിലുള്ള ആളുകൾക്ക് ചില ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, സ്ലാങ്ങിന്റെ പ്രശ്നമാണ്. എനിക്കും അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ എന്തോ പറയുമ്പോ അവര് പറയുന്നത് എനിക്ക് മനസ്സിലാകാനുണ്ടാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലയുടെ അവിടുത്തെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ്. ചിലത് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതാണ് ചോദിക്കുന്നത്. നമ്മള് സംസാരിക്കുന്ന രീതിയിൽ ചിലപ്പോ ഇത്തിരി സ്പീഡിൽ സംസാരിക്കും. ചില നാട്ടുകാരൊക്കെ ചിലർ ഭയങ്കര സ്ലോ വലിഞ്ഞ് സംസാരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
ഞാനിപ്പോ നമ്മള് ടോപ്പിക്കിലേക്ക് ഒന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്കൂടി നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓൾ ടുഗദർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ടേബിൾ എന്താണെന്ന്. അതായത് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഫങ്ഷനിങ് ഇൻ എ ഹോസ്പിറ്റൽ കനോട്ട് ബി ഐഡന്റിഫൈഡ്. നമ്മൾ ഇതെല്ലാം ചിലപ്പോ നോക്കി കാണുന്നവരായിരിക്കില്ല, എന്നാൽ ഇതും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണ്. സോ ലെറ്റ്സ് ഗോ ത്രൂ. നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് അക്കോർഡിംഗ് ടു ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽസ്, ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 3. ഓക്കെ, അതായത് ഓരോ ഹോസ്പിറ്റൽസിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ സേവനങ്ങളുടെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സെന്റൻസ് ആയിട്ട് അവിടെ തന്നിട്ടില്ല. അപ്പൊ പറയുന്നത് എവിടെ നോക്കിയാണ് അവർ മിസ് പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലാട്ടാ. ഞാൻ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ടേബിളിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോ അതിനകത്ത് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, second one is supportive department, and the third one is administrative department. ഈ ടേബിളിൽ നിങ്ങൾ കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗിവൺ ആസ് ദ ഹെഡിങ്. ആ ടേബിളിന്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെന്താ കാണിക്കുന്നത്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ 3 എണ്ണത്തില് പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബ്രോഡ്ലി ആണത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിട്ട്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, supportive departments, and administrative departments according to the functions or according to the services provided. ഈ 3 ക്ലാസിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ അതിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. എന്ത് കാര്യമാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് സെയിം തന്നെ അല്ല സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്, അതുപോലത്തെ തന്നെയല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനനുസരിച്ച് 3 ആയിട്ട് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം. അതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. എന്ത്? ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, ഏത് തരത്തിലുള്ളത്, വിച്ച് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൺ ടു ദ പേഷ്യൻസ്, വരുന്ന പേഷ്യൻസിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. ആൻഡ് ഇറ്റ് ഈസ് 2 ടൈപ്സ്. 2 രീതിയിലാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ പറയുന്ന 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അത് ഏതൊക്കെയാണ്? OPD ആൻഡ് IPD. ഏതൊക്കെയാണ്? OPD, IPD. എന്താണ് അപ്പൊ ഈ OPDയും IPDയും? OPD ഔട്ട്പേഷ്യന്റും പിന്നെ ഇൻപേഷ്യന്റും. outpatient department and inpatient department. Outpatient department OPD, outpatient department OPD, and IPD, inpatient department IPD എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള ഏതെങ്കിലും ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് രീതി മനസ്സിലായി. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കിട്ടുക. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഞാനൊരു എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല. ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സോറി, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്ത ആള് മ്യൂട്ട് ചെയ്യും പ്ലീസ്. ആരത് മ്യൂട്ട് ആയിട്ടില്ല? കൃഷ്ണപ്രിയ ഒന്ന് മ്യൂട്ട് ചെയ്യോ? കൃഷ്ണപ്രിയക്ക് എന്തെങ്കിലും കൂടി ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇറ്റ്. ഇവിടേക്ക് സൗണ്ട് എത്തുന്നില്ല, പക്ഷെ എങ്കിലും ഡിസ്റ്റർബ്ഡ് ആകും. കൃഷ്ണപ്രിയ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടേക്ക് എത്തുന്നില്ല. എന്തായാലും ഇപ്പൊ തന്നെ ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് ടൈം ഞാൻ തരാം. അപ്പൊ ചോദിച്ചാൽ മതി. എന്തോ അവിടെ പറയുന്നുണ്ട്, ഇവിടേക്ക് ഇത് സൗണ്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ,
ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡിസ്റ്റർബ് ആയി ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ക്ലാസ് ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ട് ബ്രേക്ക് ആവും. അങ്ങനെ പിന്നെ നമുക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടത് ലിങ്ക് ചെയ്യാനേ സമയമൊക്കെ എടുക്കും. അതാണ് നിങ്ങളോട് ഇടയ്ക്ക് വെച്ച് ഇതാക്കല്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഈ 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അക്കോർഡിംഗ് ടു ദ സീരിയസ്നെസ് ഓഫ് മൈ ഡിസീസ്, എന്റെ രോഗം എന്താണ്, അതിന്റെ ആ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള ട്രീറ്റ്മെന്റാ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ ഒരു ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ വി വിൽ ഗോ ടു ദ OP ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ എന്ത് ചെയ്യും, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നേരിട്ട് പോകുന്നു, ചീട്ട് എടുക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ നമ്മളുടെ ടേൺ ആകുമ്പോൾ വി വിൽ ഗോ ഇൻസൈഡ്. നമ്മൾ ഡോക്ടറുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു, നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നമ്മളുടെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് നമ്മൾ പറയുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കുറച്ച് ഫർദർ ചെക്കപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ they will ask us to admit, നമ്മളെ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോഴാണ് നമ്മൾ ഇൻപേഷ്യന്റ് ആക്കുക. അല്ലാതെയും വരും കേട്ടോ, ഈ OP ഡിപ്പാർട്ട്മെന്റിൽ മാത്രം വന്നിട്ട് ഇൻപേഷ്യന്റ് ആകുള്ളൂ എന്നല്ല. അല്ലാതെ ചിലപ്പോ കാഷ്വാലിറ്റിയില് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പറയും. അപ്പൊ ഓർക്കുക, കാഷ്വാലിറ്റി പെട്ടെന്ന് അത്യാഹിതമായിട്ട് അല്ലെ, ഏറ്റവും എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചില പേഷ്യൻസിനെ കൊണ്ടുവരാണ്ട് ആക്സിഡൻസ് ആകാം, വല്ല പോയ്സണസ് തട്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാകാം, ഹാർട്ട് അറ്റാക്സുമായിട്ട് ബന്ധപ്പെട്ടാകാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ OP-യിലൊക്കെ കാത്തു നിന്ന് ചീട്ടെടുക്കാനൊക്കെ ഉള്ള വി വിൽ ഹാവ് നോ ടൈം. അതായത് ലൈഫായിട്ട് ഭയങ്കര എന്താ പറയാ ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ്സുമായിട്ടാണ് അത്തരം പേഷ്യൻസ് അവിടെ വന്നേക്കണേ. അപ്പൊ അവരെ ഈ ചീട്ടൊക്കെ എടുത്ത് ഒത്തിരി സമയമൊക്കെ കളഞ്ഞ് അവരെ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ കാഷ്വാലിറ്റിയിൽ വേഗം തന്നെ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേഗം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരെ വന്ന് കൺസൾട്ട് ചെയ്യുന്നു. അതാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ചിലപ്പോ അവര് ക്രിട്ടിക്കൽ സ്റ്റേജ് ചിലപ്പോൾ ഓവർകം ചെയ്തതിന് ശേഷം ആയിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യാൻ പറയാം. അല്ലാതെ അവിടെ വന്ന ആൾക്കാരെ അപ്പൊ തന്നെ സീരിയസ്നെസ് എന്താണെന്ന് നോക്കും, എന്നിട്ടാണ് അഡ്മിറ്റ് ചെയ്യപ്പെടുക. അപ്പൊ ഈ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഒന്നുകിൽ OPD ആയിരിക്കാം, അല്ലെങ്കിൽ IPD ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. OPD എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ IPD. ഇവിടെ ഈ OPD-യില് we will have to spend only a day. ചിലപ്പോ ഒരു മിനിമം ലെസ് ദാൻ 24 hours, ഏകദേശം ഒരു 24 മണിക്കൂറിൽ കുറവാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നതും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂവെങ്കിൽ അതിനെയും കൂടി നമുക്ക് അങ്ങനെയും കൂടി പറയാം OP ഡിപ്പാർട്ട്മെന്റ് എന്ന്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മരുന്നൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ വൈകുന്നേരം ആവും കാലത്ത് പോയിട്ട്. അത് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിലേ കുറച്ച് സമയമൊക്കെ എടുക്കും, ലാഗൊക്കെ വരും. കാരണം ബില്ലെടുക്കാൻ ചിലപ്പോ ബില്ല് കിട്ടാൻ താമസിക്കും, മെഡിസിൻസ് കിട്ടാൻ താമസിക്കും, ഡോക്ടറെ കാണാൻ താമസിക്കും. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ചിലപ്പോൾ രാത്രിയൊക്കെ ആകും. പക്ഷെ ബിഫോർ 24 hours നമ്മൾ അവിടെ കിടത്തി എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ഒരു ദിവസം ഒബ്സർവേഷനിലോ ഒക്കെയാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ്. ചിലപ്പോ ഒന്ന് കുറച്ച് നേരത്തേക്ക് പിടിച്ച് കിടത്തി എന്താ പറയാ ഗ്ലൂക്കോസോ മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അതൊന്നും അഡ്മിഷനല്ല. അത് കഴിഞ്ഞ് a day കഴിഞ്ഞ്, അതായത് 24 hours മോർ ദാൻ ഇഫ് യു ആർ സ്പെൻഡിങ് ഇൻ ദ ഹോസ്പിറ്റൽ ആസ് എ പേഷ്യന്റ് എന്ന നിലയിൽ നമ്മൾ അവിടെ കിടത്തി നമ്മളെ എന്തെങ്കിലുമൊക്കെ ഫർദർ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അവിടെ പിടിച്ച് കിടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അവിടെ നമുക്ക് വരേണ്ടി വന്നാൽ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലാണ് അതെന്താകുക IP അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് എന്ന് പറയാം. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡേയുടെ എന്താ പറയാ കൺസൾട്ടേഷൻ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ വിതിൻ 24 hours ബിഫോർ നമ്മൾ ഇഫ് യു ആർ ലിവിംഗ് ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറി കടന്ന് നമ്മൾ പുറത്തേക്ക് പോയാൽ അത് OP വിഭാഗം, OP ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കും. അതിനെയാണ് OPD എന്ന് വിളിക്കുക. അപ്പൊ അവിടെ നടക്കുന്നത് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ OPD-യും IPD-യുമായിട്ട് ക്ലാസിഫൈ ചെയ്തതിന്റെ കാരണം ഇതാണ്. അവിടെ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഈ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ 2 ടൈപ്പാണ്, OPD ആൻഡ് IPD. ക്യാൻ യു ഫോളോ? മനസ്സിലായോ ഇത്രയും? Yes, ma'am. Clear ആണോ? Yes, ma'am. Any doubt for anybody? No, ma'am. No.
No, ma'am. No, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു whatever services which are provided in the hospitals, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോ പറഞ്ഞ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരുന്ന പേഷ്യൻസിന് ഏത് രീതിയിലാണ് ഇൻപേഷ്യന്റ് ആക്കണോ ഔട്ട് പേഷ്യന്റ് ആക്കണോ അതിന് വേണ്ടിയിട്ടുള്ള 2 ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഈ പറയുന്ന OPDയും IPDയും. ആൻഡ് ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Same day means 24 hours less than. More than 24 hours എടുത്താൽ അത് IPI. ചിലപ്പോ ഇങ്ങനെ പറയില്ലേ, ഇപ്പൊ പോയിസണസ് ആയിട്ട് എന്തെങ്കിലും പോയിസണിന്റെ ഒരു ഡൗട്ട് ഒക്കെ തോന്നിയിട്ട് നമുക്ക് എന്തെങ്കിലും പിടിച്ച് കടിക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒബ്സർവേഷനിൽ ഒരു ഡേ കിടക്കട്ടെ, അത് ഇൻപേഷ്യന്റ് ആണ്. അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഇന്നൊരു ഡേ മുഴുവനും നോക്കി നാളെ ആ ഡേ ആകുമ്പോഴേക്കുമാണ് വിടുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം 24 hours ലെസ് ദാൻ ആണെങ്കിലാണ് അത് എന്താകുക OP. അതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡേ എന്ന് പറയുന്നത് 24 hours ആണോ, അപ്പൊ അതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അത് ഇൻപേഷ്യന്റ് ആയി എന്നാണ്. Okay, then there are some other departments which need support to work the hospital organization as a whole. നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സംരംഭമാണല്ലോ, അത്തരം ഓർഗനൈസേഷനിൽ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. എല്ലാ കാര്യവും ഈ 2 കാര്യം വിഭാഗം മാത്രം പ്രവർത്തിച്ച ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ അത് നല്ല രീതിയിൽ സക്സസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് തന്നെയാണ് അതിന്റെ ആൻസർ. There should be some other departments which have to support the hospital as a whole for this medical department. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കുറച്ച് സപ്പോർട്ടുകൾ മറ്റ് ചില വിഭാഗങ്ങൾ, മറ്റ് ചില ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഹു സപ്പോർട്ട്സ് all the as a whole the ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള നിലയിൽ എല്ലാത്തിനെയും എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കളക്റ്റീവ്ലി വി നെയിം ഇറ്റ് ആസ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിനെല്ലാത്തിനും കൂടി ഒറ്റ പേര് പറയുന്നതാ എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. ഇതെല്ലാം കൂടി അതായത് ഈ OPDനെയും IPDനെയും ഒക്കെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ OP പ്രവർത്തിക്കുന്നതും IP പ്രവർത്തിക്കുന്ന പേഷ്യൻസ് ആവുമ്പോയില്ലേ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമില്ലേ. അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും, ചില ഡ്രസ്സിങ് വേണ്ടി വരും, എന്താ പറയാ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും, പല പല കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിൽ നടക്കും. അപ്പൊ ഇതിനൊക്കെ ഇത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ OPയും IPയും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ നീഡ്സ് സം സപ്പോർട്ട്. ഇതിന്റെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ താങ്ങി പിടിക്കാൻ ഒരു ഗ്രേറ്റ് സക്സസിലേക്ക് ആ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ there should be some departments. അവിടെ വേറെയും കുറെ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം ആവശ്യമുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പേര് പറയുന്നത് എന്ത് സപ്പോർട്ടീവ്. ദാറ്റ് മീൻസ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്പ്, ഒരു താങ്ങ്, ഒരു തണൽ എന്നൊക്കെ പറയുന്ന പോലെ എന്ന് വെച്ചാൽ എന്നാലേ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഹെഡിൽ വരാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അവിടെ ഹോസ്പിറ്റലിന്റെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. സോ അഗൈൻ ദീസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെ അക്കോർഡിംഗ് ടു ദ സർവീസസ് പ്രൊവൈഡഡ്, അവരും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ട് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ അഗൈൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. They are ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. Can you see? നിങ്ങളുടെ സ്ക്രീൻ കാണാലോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് 4 ആയിട്ട് വീണ്ടും സപ്പോർട്ടീവ്, അതായത് സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെ വീണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസില് 4 ആയിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 4 ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 4 ക്ലാസിഫിക്കേഷൻസ് വീണ്ടും എന്തിനാണ് നമ്മൾ ഇങ്ങനെയായിട്ട് 4 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, പിന്നെ വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചോദ്യം ഉയരാം? തീർച്ചയായിട്ടും അതിന് ആൻസർ ഉണ്ട്. തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതാണ്. സപ്പോർട്ടീവിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ തെറാപ്യൂട്ടിക് ആണ്, ചികിത്സയുമായി ബന്ധപ്പെട്ടത്. നേരത്തെ പറഞ്ഞ എന്താ?
ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്, OPD IPD അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മളുടെ സപ്പോർട്ടീവിൽ വരുന്ന തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ആ വേർഡ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് പോലെ തന്നെ ചികിത്സയുമായിട്ട് തെറാപ്പീസ്, രോഗം ഭേദമാക്കാൻ കഴിയുന്നത്, ഓക്കെ, ഹീലിംഗ് ഓഫ് ഡിസീസസ്, ക്യൂറിംഗ് ഓഫ് ഡിസീസസ്, അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ തെറാപ്യൂട്ടിക്കിൽ വരിക. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? എന്തിനാണ് ഇങ്ങനെ വേറെ ക്ലാസിഫൈ ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാലോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സപ്പോർട്ടേ കൊടുക്കുന്നുള്ളൂ. നേരിട്ട് അവിടെ OPD IPD നമ്മൾ വരുന്ന ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തപ്പോ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് തെറാപ്യൂട്ടിക്, ചികിത്സയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റുകൾ രോഗം ഭേദമാകാൻ ക്യൂറിംഗ് ആയിട്ടുള്ളത്, ക്യൂറിംഗ് ഡിസീസസ്, നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ കഴിവുള്ള ചികിത്സാപരമായിട്ട് ബന്ധമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് കംസ് അണ്ടർ ദിസ് തെറാപ്യൂട്ടിക്. ഈ തെറാപ്യൂട്ടിക്കില് റിലേറ്റഡ് ടു അവർ ക്യൂറിംഗ് ഓർ ഹീലിംഗ് ഓഫ് ഡിസീസസിലെ ഏതൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അത് 3 ആ 3 തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ. തെറാപ്യൂട്ടിക്കിന്റെ അണ്ടറിൽ വരുന്ന 3 ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അതായത് തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ, രോഗം ഭേദമാക്കാൻ കഴിവുള്ളത്, ഹീലിംഗ് ഓഫ് ഡിസീസസ് ആണ്, അതെ, ചികിത്സാപരമായിട്ടുള്ളത് കേട്ടാ. അപ്പൊ അങ്ങനെ വരുമ്പേ നമ്മള് രോഗം ആയിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. വെദർ IPD ആകാം, OPD ആകാം, എന്തായിക്കോട്ടെ. നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മള് ഹോസ്പിറ്റലിന്റെ വാതിക്ക് വരെ ചെന്നാൽ നമ്മുടെ രോഗം മാറുമോ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലെത്തി, ഗേറ്റിന്റെ അവിടെ എത്തി, ഓ രോഗം മാറി, തിരിച്ചു വീട്ടിൽ പോകുമോ? ഇല്ല. നമുക്ക് ഹോസ്പിറ്റലിനകത്തേക്ക് പോകണം. അവിടെ ചെന്ന് നമ്മൾ OP ആണോ IP ആണോ എവിടെയെങ്കിലും OPD-യിലാണ് ആദ്യം കാണിക്കുക അല്ലെ. അവിടെ ചെന്നിട്ട് നമുക്ക് മരുന്ന് വാങ്ങിക്കണം, നമുക്ക് ചീട്ട് എടുക്കണം. ചീട്ട് എടുത്തതിന് ശേഷം വി ഹാവ് ടു കൺസൾട്ട് ദ ഡോക്ടർ. നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസൾട്ട് ചെയ്യുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഡോക്ടറെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. പനിയുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചുമ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. അന്നേരം ഇത് മുഴുവൻ കേട്ടതിന് ശേഷം ഡോക്ടറുടേതായ രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ വി ഹാവ് ടു ആൻസർ, സിൻസിയർ ആയിട്ട് ആൻസർ ചെയ്യണം. നുണയൊന്നും പറയാൻ പറ്റില്ല, കാരണം ഡോക്ടറോട് നുണ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോൾ നുണയൊന്നും പറയാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യണം ഡോക്ടേഴ്സിനോടും. കാരണം അവിടെ ഒരു കാര്യത്തിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ പോണത്, നമ്മളുടെ ഹീലിംഗിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പിന്നെ നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് പ്രോപ്പർലി നടക്കില്ല. നമ്മൾ കാര്യങ്ങൾ പറയുന്നു, ഡോക്ടേഴ്സ് അതൊക്കെ എഴുതി വെക്കും. സോ ദാറ്റ് അതിനുശേഷം ഡോക്ടേഴ്സ് ഗീവ് സം അഡ്വൈസ്, നമുക്ക് ചില ഉപദേശങ്ങൾ തരാം, ചില ഇൻസ്ട്രക്ഷൻസ് തരാം, പിന്നെ എന്താ പറയാ ഡയറ്റ് പ്ലാൻസ് പറയാം, പിന്നെ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. എന്താ പറയാ ഭയങ്കര ചുമയൊക്കെ ആയിട്ട് ചെയ്യുന്നേക്കാണ് വലിയ ഇപ്പന്മാരൊക്കെ ചുമയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ വലിക്കോ, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ഇത്തിരി കുറയ്ക്കണം. പിന്നെ ഷുഗർ ആയിട്ട് ചെല്ലുന്നവരോടാണെങ്കിൽ പറയും ഒരു ദിവസത്തിൽ എത്ര ചായ കാപ്പിയൊക്കെ കുടിക്കും, മധുരട്ടതൊക്കെ എത്ര കഴിക്കും, ചോറൊക്കെ കുറയ്ക്കണം, മധുരം ചായയൊക്കെ കുറെ ഒഴിവാക്കണം. ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ പറയും. അതിനുശേഷം പിന്നെന്താണ് ഓരോ രീതിയിൽ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് എല്ലാം കൊടുക്കുക. അതിനോടൊപ്പം നമുക്ക് എന്ത് കുറിക്കും? പ്രിസ്ക്രൈബ്സ് ദ മെഡിസിൻ അവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ ഇതൊക്കെ കിട്ടി വേഗം തന്നെ അതൊക്കെ എഴുതി മേടിച്ച് നേരെ വീട്ടിലേക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇനിയും പോണം അടുത്ത കാവലിന്. എവിടേക്ക്? വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ മെഡിസിൻസ് ടു ബി കളക്ടഡ്. നമുക്ക് കിട്ടേണ്ട മെഡിസിൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തോന്നിയോടത്തോണം? അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫാർമസി. നമ്മൾ പോകുന്നത് ഫാർമസിയുടെ മുമ്പിലേക്കായിരിക്കും അടുത്തത്. അഡ്മിറ്റ് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. നഴ്സ് മറ്റേ നമ്മുടെ ചാർട്ട് ഒക്കെ മേടിച്ചിട്ട് ഫാർമസിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. വലിയ റഷൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അത് അവിടെ എത്തി എന്താ പറയാ ചിലപ്പോൾ നമ്മുടെ തന്നെ വന്നിടും. വലിയ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമ്മുടെ ചാർട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. നമ്മൾ അവിടെ പോയിട്ട് ഫാർമസിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്താൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഫാർമസിയിൽ പോയി വെയിറ്റ് ചെയ്യുന്നു. നമ്മളുടെ ടേൺ ആകുമ്പോൾ അവിടെ അല്ലെങ്കിൽ ടോക്കൺ വിളിക്കോ, നമ്പർ അവിടെ സാധനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് ആ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മുടെ നമ്പർ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോയി മരുന്ന് കളക്ട് ചെയ്യുന്നു, പേയ്മെന്റ് നടത്തുന്നു, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരാം. അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് നമ്മളുടെ രോഗത്തെ ക്യൂർ ചെയ്യാനുള്ള മെഡിസിൻസ് കിട്ടുന്ന സ്ഥലമാണ്.
അല്ലെ? അപ്പൊ അത് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് കഴിക്കണം. അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് ഡയറക്ട്ലി അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരാത്തതും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന IPD-യിലോ OPD-യിലോ വരുന്ന പേഷ്യൻസിന് ഈ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ they can heal their diseases, അവരുടെ രോഗങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതാരായി? ഫാർമസി ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയി മാറി. Can you understand me? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Yes. Yes, ma'am. Yes, ma'am. Yes, ma'am. Okay. അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അത് OPD-യിലും IPD അതുപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നില്ല. അതുകൊണ്ടാണ് അത് സപ്പോർട്ടീവിന്റെ അകത്ത് തെറാപ്യൂട്ടിക് ചികിത്സയുടെ ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതൊന്ന്. അപ്പൊ മരുന്ന് കൊണ്ടുപോയി വീട്ടിലിരുന്ന് നേരെ കഴിക്കുക. നേരെ കഴിച്ച് ഡോക്ടർ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പോവുക. യു ഹാവ് ടു ഫോളോ വാട്ട് എവർ ഇൻസ്ട്രക്ഷൻസ് ഓർ അഡ്വൈസ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടർമാർ തരുന്ന അഡ്വൈസ് ആയിക്കോട്ടെ, അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, അവർ തരുന്ന മരുന്നുകൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കണം. ആ മരുന്നുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അത് തെറാപ്യൂട്ടിക്കിൽ വരുന്നത്. മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട്. കാരണം മരുന്ന് കഴിച്ചാലേ രോഗം മാറുന്നത്. അതുകൊണ്ടാണ് രോഗം മാറുന്ന ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഫാർമസി വരാനുണ്ടായ കാരണം. ഒരു റീസൺ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി. നിങ്ങൾക്ക് അത് പെട്ടെന്ന് എളുപ്പം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞേട്ടാ. അല്ലെങ്കിൽ ഇത്ര എക്സ്പ്ലനേഷൻ ഒന്നും ഒരു ആവശ്യമില്ല. അതെ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ട് 3 ഡിവിഷൻസ് ആണ്, ക്ലാസിഫിക്കേഷൻസ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇനി മെഡിക്കലിൽ തന്നെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വന്നത്, OPD, IPD. ഇത്രയും ഭയങ്കര എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചില ആളുകൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ നോളജ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കുറെ ആളുകൾക്ക് ചിലപ്പോൾ ഇത്രയും എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചിലർക്ക് തോന്നും. സോറി, എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയാ, നമ്മൾ പറഞ്ഞതനുസരിച്ച് +2 ലെവലിലുള്ളവർ തന്നെ ആയതുകൊണ്ട് ഫ്രം ദ ബോട്ടം ലെവൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. ചിലർക്ക് അതിനെ കുറിച്ചൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിസിയോതെറാപ്പിയാണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചികിത്സയുമായിട്ട് വരുന്ന ബന്ധമുള്ള അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ, തെറാപ്യൂട്ടിക്കിൽ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ഏത്? ഫിസിയോതെറാപ്പി. അപ്പൊ വിചാരിക്കും അതെന്താ ഫിസിയോതെറാപ്പി? ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ നമ്മള്, ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടത് നമ്മുടെ ജോയിന്റ്സിന്, നമ്മുടെ മസിൽസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, ജോയിന്റ് ഒക്കെ പെയിൻ വരിക, ചിലർക്ക് വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്ക് കംപ്ലൈന്റ് വരിക, അല്ലെങ്കിൽ പിന്നെന്താ ചില എന്തെങ്കിലും എന്താ പറയാ അസുഖങ്ങളൊക്കെ വന്നത്, ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ പോലെയൊക്കെ വന്നിട്ട് പാരലൈസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ പാരലൈസ് ആയതുള്ളതിനകത്തൊക്കെ ആ കാലുകൾക്കോ കൈകൾക്കോ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫിസിയോതെറാപ്പീസ് ആവശ്യം വരും. അവർക്ക് അതിന്റെയൊക്കെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് കാല് തന്നെ ഓൺ അല്ലെങ്കിൽ അവർക്ക് നടക്കാനൊക്കെ സ്റ്റാൻഡിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലേ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു തെറാപ്പി, ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ട്രീറ്റ്മെന്റ് എങ്ങനെയെന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. ഇതാണ്, അതായത് നമ്മുടെ മസിൽസ്, ബോൺസ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ജോയിന്റ്, അതിനൊക്കെ ഉണ്ടാകുന്ന പെയിൻസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന, ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ അത്തരം പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. അതും നമ്മളുടെ ചികിത്സയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ലേ. അപ്പൊ പറയും പനി വന്നു, ഹോസ്പിറ്റലിൽ പോയി, ഫാർമസി കഴിഞ്ഞിട്ട് അടുത്ത ഫിസിയോതെറാപ്പി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഫാർമസിയിൽ പോയി മരുന്ന് വെച്ച് വീട്ടിൽ പോയാൽ മതി പനിയാണെങ്കിൽ. ഇനി ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മുടെ ജോയിന്റ്സിനോ മസിലിനോ അല്ലെങ്കിൽ നമ്മൾ വീണോ, ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഈ മഴക്കാലമൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉരുണ്ടടിച്ച് വീഴും, തെങ്ങിയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും, അപ്പൊ വീഴും. അപ്പൊ ചിലപ്പോ അന്നേരം നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. കുറെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ ബാക്ക് പെയിൻ ഒക്കെ മാറാതെ നിൽക്കും. അപ്പൊ ചിലപ്പോ ഡോക്ടേഴ്സ് മരുന്ന് തരുന്നതോടൊപ്പം അവർ ചിലപ്പോ പ്രിസ്ക്രൈബ് ചെയ്യും ഒരു കോഴ്സ്, ഇതിന്റെ കോഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു ഫിസിയോതെറാപ്പി ഇത്ര ദിവസം എന്നൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് എന്ന് പറയുന്നത്. അതൊന്ന് ചെയ്തേക്കും എന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് പോയി അത്ര ദിവസത്തെയാണോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ ഒക്കെ നമുക്ക് റിക്കവർ ചെയ്ത് പോരാനായിട്ട് സാധിക്കും. അതും ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു അവർ ട്രീറ്റ്മെന്റ്. നമ്മുടെ ക്യൂറിംഗ് പ്രൊസീജിയറിലെ ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഫിസിയോതെറാപ്പിയും ഈ തെറാപ്യൂട്ടിക് നമ്മുടെ രോഗം ഭേദമാകുന്നതുമായി നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് അതും ഈ തെറാപ്യൂട്ടിക്കിൽ വന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഇനി അടുത്തത് തെറാപ്യൂട്ടിക്കിൽ വരുന്ന നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററ്റിക്സ്. ഡയറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത്.
അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മോറോവർ നമ്മൾക്ക് തരുന്ന ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻസ്, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാകും. അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് തരും, അവർ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും, ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ചിലപ്പോൾ പറയും. അപ്പൊ വി ഹാവ് ടു സ്ട്രിക്ട്ലി ഫോളോ ദാറ്റ്. നമ്മൾ എന്താ പറയാ, കുറെ മരുന്ന് വരുത്തുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പറയില്ലേ ഇന്ന കൊളസ്ട്രോൾ ആണ് കൂടുതലാണ്, ഭയങ്കര ഹൈ ആണ്. നമ്മുടെ ഈ പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്, കൊച്ചുകുട്ടികൾക്ക് മുതലും ഉണ്ട്. കാരണം അതിന്റെ മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും തന്നെയാണ്. നമ്മളെല്ലാവരും ബിസിയാണ്. നേരാ നേരത്തിന് ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്ന നേരം വാരി വെച്ച് കഴിക്കും. അതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡുകളെയാണ്, അല്ലെ? പിന്നെയാണെങ്കിലോ വി ആർ നോട്ട് ഹാവിങ് എന്താ പറയാ, നമ്മുടെ ഈ കലോറീസ് ഒക്കെ നമുക്ക് ബേൺ ചെയ്യാനുള്ള നമുക്ക് ആക്ടിവിറ്റീസ് ഇല്ല, അധികം ചെയ്യാനില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ മാത്രമേ അനങ്ങുന്നുള്ളൂ, അല്ലെ? അപ്പൊ ഒത്തിരി നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റുകൾ വളരെ കുറവാണ്. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. കുറെ പേരൊക്കെ എന്ത് ചെയ്യും, ആണുങ്ങളൊക്കെ ആണെങ്കിൽ പോയിട്ട് രാത്രിയാണെങ്കിൽ ഇത്തിരി വൈകിയാണെങ്കിൽ വല്ല ജിമ്മിലൊക്കെ പോയി ചേരാം, അല്ലെ? നമുക്ക് പിന്നെ എന്താ സാധ്യതയുള്ളത്, വാക്കിംഗ് കുറച്ചു നേരം, 1 അരമണിക്കൂർ രാവിലെ എളുപ്പങ്ങൾ തന്നെ. അതും ഈ മഴക്കാലത്ത് എങ്ങനെ പോകും നടക്കാൻ? പിന്നെ അത് സീസൺസ് ആക്കണം. മഴക്കാലത്ത് നടത്തൂല, മഴ മാറുമ്പോ നടക്കാൻ പോകും. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇഫ് യു ആർ ഡൂയിങ് എനിത്തിങ് നമുക്ക് അത് റെഗുലർലി നമ്മളത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ മഴക്കാലത്ത് മുഴുവനും നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ ആ കൊളസ്ട്രോളിനൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കൂട്ടി വെച്ചിട്ട് സമ്മർ സീസൺ വരുമ്പോ നടക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് എല്ലായ്പ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വലിയ വ്യത്യാസം വരുന്നില്ല. നമ്മുടെ വയറിനകത്ത് കൊള്ളത്തില് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഡോക്ടേഴ്സ് വെദർ ദേ ആർ അഡ്വൈസിങ് ടു അവോയ്ഡ് സംതിങ്, നമ്മളോട് ഇന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യൂ. കൊളസ്ട്രോൾ ഉള്ളവരോട് കുറച്ച് എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കൂ, വറുത്തതൊക്കെ കഴിക്കണ്ട, പിന്നെന്താണ് പറയാ, എന്താ കൊളസ്ട്രോളിന് അങ്ങനെയൊക്കെ പറയും. പിന്നെ ചോറൊക്കെ കുറച്ച് കുറയ്ക്കുക, അത് ഷുഗർ പേഷ്യൻസിനോടൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും പറയാ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അതും നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫുഡ് ഐറ്റംസിൽ ഇന്ന കാര്യങ്ങൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടൂ, അല്ലെ? ഈ പയറൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ പറയും, അല്ലെ? അത് നമ്മൾ എന്താ പറയാ, മസാലകളൊക്കെ അധികം ചേർക്കാതെ, അല്ലെങ്കിൽ എണ്ണയിൽ എന്തെങ്കിലും എന്താ പറയാ ബോയിലൊക്കെ ചെയ്ത് കഴിക്കാതെ എന്ത് ചെയ്യണം, നമ്മൾ ഈ മുളപ്പിച്ചിട്ട് അത് ബോയിൽ ചെയ്ത് എന്താ പറയാ തിളപ്പിച്ചിട്ട് മാത്രമൊക്കെ, അല്ലെങ്കിൽ വേവിച്ചിട്ട് മാത്രം, ഉപ്പിട്ട് മാത്രം വേവിച്ച് ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ along with this medicines, നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിൻസിനോടൊപ്പം we have to follow the diet plans which is given by the dietitian. നമുക്ക് ആ ഡോക്ടേഴ്സ്, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും പറയാം, ഈ സെപ്പറേറ്റ് ഡയറ്റീഷ്യൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ രോഗത്തിനെ ക്യൂർ ചെയ്യാൻ ഡയറക്ട്ലി ബന്ധമുള്ളതാണ്. മരുന്ന് കുറെ കഴിച്ചു, പക്ഷെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ രോഗത്തിന് യാതൊരു ശമനമില്ല. കൊളസ്ട്രോളിന്റെ ലെവൽ കുറെ മരുന്ന് തിന്നു, കുറച്ച് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി ചെന്നു ചെക്കപ്പ് ചെയ്തപ്പോ കൊളസ്ട്രോൾ ലെവലിൽ യാതൊരു തരത്തിലുള്ള മാറ്റമില്ല. മരുന്ന് കുറെ കഴിച്ചത് മാത്രം മിച്ചം. എന്താ കാര്യം? പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല. അവിടെ മരുന്ന് കഴിക്കുമ്പോ നമ്മൾ ഇത്രയും നാള് കഴിച്ചതിൽ നിന്നുള്ള കൊളസ്ട്രോളിന്റെ ലെവലൊക്കെ കുറെ കുറയ്ക്കാനും അത് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നെങ്കിലോ ഈ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതും എന്താണ് നമ്മളുടെ ഈ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതിന്റെ കാരണം അതും സ്ട്രിക്ട്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ടു ക്യൂർ അവർ ഡിസീസ്, നമ്മുടെ രോഗത്തെ ഭേദമാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതും ആ ഒരു ഇതിന്റെ ഹെഡിനകത്ത് വന്നത്. അപ്പൊ സപ്പോർട്ടീവിനകത്ത് വന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിക്കിൽ വരുന്ന 3 ഡിപ്പാർട്ട്മെന്റ്സ്, ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. നമ്മുടെ ചികിത്സ പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ രോഗം പൂർണ്ണമായി ഭേദമാകണമെങ്കിൽ അതിന് ഡയറക്ട്ലി ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് സപ്പോർട്ടായിട്ട് വേണം. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. So now let's move to the next supportive department. ഇനി നമുക്ക് പോകാം അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത ഭാഗത്തേക്ക്. നമ്മൾ പറഞ്ഞു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ 3 എണ്ണം വന്നു: ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. രണ്ടാമത്തേതാണ് ജനറൽ. ജനറൽ മീൻസ് കോമൺ, എല്ലാത്തിനും വേണം. അതായത് രോഗം മാറുന്നതുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല അതിന്. പക്ഷെ എന്നാൽ ഇറ്റ് കനോട്ട് ബി അവോയ്ഡ്. ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഒരു ഹോസ്പിറ്റലിൽ. എല്ലാ ഹോസ്പിറ്റൽസിലും വേണ്ട, അത്യാവശ്യം വേണ്ട, നെസസറി ആയിട്ട് വേണ്ട ചില ഡിപ്പാർട്ട്മെന്റുകളാണ്.
അപ്പൊ രോഗം ഭേദമാക്കുന്നതിൽ ഇതിന് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ വളഞ്ഞു വയ്ക്കും നമുക്ക് പറയില്ലേ. എന്നാൽ ഇത് ഇല്ലാതെ പറ്റില്ലതാണ്. ഇത്തരം ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ടു ബി സപ്പോർട്ടഡ്. ഇതൊക്കെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കണം. എന്നാൽ മാത്രമേ it will go to a great success. ആ ഹോസ്പിറ്റൽ ഒരു നല്ല വിജയത്തിലേക്ക് പോകുള്ളൂ. എല്ലാം ഇന്ന് ബിസിനസ് ആണല്ലോ. ബിസിനസ് അതിന്റെ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. ഇനി അടുത്ത വിഭാഗം ജനറൽ എന്ന് പറയുന്ന വിഭാഗമാണ്. ജനറൽ സപ്പോർട്ടീവിൽ തന്നെ ജനറൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിക്കാം. CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, മെയിന്റനൻസ്, സെക്യൂരിറ്റി ആൻഡ് മോർച്ചറി. ഏതൊക്കെയാണ്? CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ഇതാണ് പേരുകളൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വായിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി ഏതൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, എന്താണ് ഇവിടെ ഫംഗ്ഷൻ, ഇവിടെ എന്താണ് നടക്കുന്നത്. ഈ ഓരോ ജനറൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ജനറലിനകത്ത് പ്രവർത്തിക്കുന്ന ഈ CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി, ഇവിടെയൊക്കെ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് CSSD. ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? എന്താണ് CSSD എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Yes, ma'am. Central Sterile Department. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ പേരിനകത്തുനിന്ന് നമുക്ക് എടുക്കാം ഒരു വാക്കിനെ. സ്റ്റെറിലൈസ്. എന്താണത്? സ്റ്റെറൈൽ, സ്റ്റെറിലൈസേഷൻ. കേട്ടിട്ടുണ്ടോ? എന്താ അത്? CSSD ഫുൾ ഫോം ഒന്നുകൂടി പറയോ? ഏതിന്റെയാ? CSSD. ഓക്കെ, എഴുതി തരാൻ വേണ്ടി പറയാം. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, 3 പ്രാവശ്യം പറഞ്ഞു. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം, അന്നേരം എഴുതിയാൽ മതി. ഇപ്പൊ ജസ്റ്റ് കേട്ടിരിക്കാം. അപ്പൊ എന്താണ് സ്റ്റെറൈൽ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എന്താ വാക്കിന്റെ അർത്ഥം? ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുക, അതായത് അണുവിമുക്തമാക്കുക. സ്റ്റെറിലൈസ് ചെയ്യുക. നമ്മൾ എന്താ പറയാ, ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ, നമ്മുടെ കുഞ്ഞുവാവകളൊക്കെ വീട്ടിലുണ്ടായിരുന്നപ്പോ, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോ അവരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എങ്ങനെ? കുഞ്ഞുവാവയൊക്കെ ആദ്യം ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലും കണ്ടെയ്നറിലേക്ക് ഒക്കെ ആക്കുമ്പോഴേ, ടിഫിനിലോ അതിലൊക്കെ നമ്മളത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട്, കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. കൊച്ചുകുട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട്, പാല് അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും ചെയ്തില്ലേ, പാല് കൊടുക്കുന്ന കുപ്പികളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഉപയോഗിച്ചിരുന്നത്? അങ്ങനെ തന്നെയാണോ? എല്ലാ ദിവസവും ഇന്ന് കാലത്ത് കുടിച്ചല്ലേ ഉള്ളൂ, ഇനി വൈകുന്നേരമായിട്ട് കഴിയാൻ മതി, അങ്ങനെയാണോ? അല്ല, ഓരോ പ്രാവശ്യം നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് അത് എടുത്തിട്ടാണ് അതിനകത്തേക്ക് എന്ത് ചെയ്യുക, ഈ പാലൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ കൊടുക്കാനൊക്കെ. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിമുക്തമാക്കുക എന്നർത്ഥം, ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുക. സോ we know that there are different types of equipments which are used for surgical procedures and other types of procedures. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ സർജറി ഉൾപ്പെടെ മറ്റ് പല പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. തീറി മുറിക്കുന്നുണ്ട്, എന്താ പറയാ, ഡ്രസ്സിംഗ് നടക്കുന്നുണ്ട്, തുന്നിക്കെട്ടുന്നുണ്ട്. ഇതിനൊക്കെ കുഞ്ഞുതായിട്ടുള്ള ചില ചെറുതും വലുതുമായ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കത്രികകള്, പിന്നെ സ്കാൽപ്പൽസ്, ഈ നൈഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു സാധനമൊക്കെ, അങ്ങനത്തെ നൈഫ് പോലത്തെ ഇരിക്കുന്ന അതൊക്കെ മുറിക്കാനും തുന്നിക്കെട്ടാനും അങ്ങനത്തെ പല പല എക്യുപ്മെന്റുകൾ ലാബിലും ഇതുപോലെ തന്നെ കുറെ ടെസ്റ്റ് ട്യൂബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ആൻഡ് യൂസ്ഡ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ അണുമുക്തമാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയേ, ഒരു പേഷ്യന്റിന് സർജറി നടത്തി കയറ്റി, അവിടെ കുറെ കത്രിക വെച്ച് അയാളെ സർജറി ഒക്കെ ചെയ്തു, അയാളെ കഴിഞ്ഞു, ഓക്കെ, തുന്നിക്കെട്ടൽ കഴിഞ്ഞു, അയാൾ വിട്ടു. അടുത്ത നെക്സ്റ്റ് ചിലപ്പോൾ അടുത്ത അവേഴ്സിൽ, അടുത്ത മണിക്കൂറിൽ വേറൊരാളെയും കൂടി ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരാളെ കഴിഞ്ഞതാണ്, ഇനി അതുകൂടി കഴിഞ്ഞിട്ട് മതി. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ പാത്രങ്ങൾ വൃത്തിയാക്കുന്ന പോലെ അങ്ങനെ പറ്റില്ല. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ആണ് ഓരോരുത്തരിലും ഉള്ളത്. അല്ലെ, എന്റെ അസുഖം എന്താണെന്നും എന്റെ ഒരു അസുഖം, എന്നിലുള്ള അസുഖം മറ്റൊരാളിലേക്ക് എന്തിനാ നമ്മളിത് സ്പ്രെഡ് ചെയ്യാൻ ഒരു അവസരം
കൊടുക്കുന്നത്? മാക്സിമം നമ്മളത് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടാമിനേഷൻ, അങ്ങനെ കുറച്ച് പകർച്ചവ്യാധികൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധിവരെ തടയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ പറയുന്ന സാധനം തന്നെ വേറൊരാൾ ഉപയോഗിച്ചു, ആ ആൾക്ക് നേരത്തെ പോയ ആൾക്ക് എന്തോ വലിയ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ബോഡി ഫ്ലൂയിഡും മറ്റു ബ്ലഡും ഒക്കെ വീണാൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ എന്താ പറയാ, ബ്ലഡ്, ഈ പറയുന്ന ബ്ലഡിലൂടെയൊക്കെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയും കുറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്പുറത്തെ ആളിലേക്ക്, പേഷ്യന്റിലേക്ക് കൈമാറി പോകാനായിട്ട്, ഹാൻഡ് ഓവർ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ ദാറ്റ് അപ്പോ ഈച്ച് ആൻഡ് എവറി ഇത്തരം പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇത്തരം എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങൾക്ക് വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെയുള്ള വർക്കിംഗ്, വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഏരിയ ഉണ്ട്. ഒരു എന്താ പറയാ ഓവൻ, അതായത് ഓവൻ പോലെയാണ്. ഈ ഓവനിലേക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ, എക്യുപ്മെന്റുകളൊക്കെ സോർട്ട് ചെയ്ത് ട്രെയിലൊക്കെ വെച്ചിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ്ടും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. പേരൊന്നും നോക്കാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാ, ഇങ്ങനെ അങ്ങോട്ട് എല്ലാം സോർട്ട് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒരു എൻട്രൻസ് ഇടാം. ആ എൻട്രൻസിൽ വെച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു ക്യാബിൻ പോലെയാണ്. അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ അതിന്റെ പ്രൊസീജിയർ, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയറിൽ ലാസ്റ്റ് ഒരു എക്സിറ്റ് ഇതുണ്ടാവും. അതിൽ കൂടി നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം. എന്നിട്ട് അത് ഏതൊക്കെ എവിടെന്നൊക്കെയാണോ എടുത്തത് അത് തന്നെ ഓട്ടോക്ലേവ്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു വലിയ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അന്നേരം അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണം. ക്ലീൻ ചെയ്ത് എടുത്തു, അതൊക്കെ തിരിച്ച് അവിടെ തന്നെ ഓരോന്നും പോലും മിസ്സാകാതെ ഒക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തിക്കണം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കി ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോ ഇത് ഒന്നും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഇൻഫോർമേഷൻ ആകാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതെന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഇനി കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ച് അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഇത് തന്നെ പറയും. ഓക്കെ, സോ ബിഫോർ ലീവിംഗ്, പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ, വേഗം ഒന്ന് ഹെഡിങ് ചെയ്താ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹെഡിങ് ചെയ്ത ചാപ്റ്ററിന്റെ പേരാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. എന്റെ ബുക്ക് ഉണ്ടോ അവിടെ കയ്യില്? എന്റെ ബുക്ക് ഉണ്ടോ? Yes, ma'am. Yes, ma'am. Yes, ma'am. എന്റെ പേര് ഇതേ. യെസ്, ഓക്കെ. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എഴുതാ. അതിന്റെ താഴെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നെയിം അറിയില്ല, വീണ്ടും നിഷ, NISHA. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എഴുതാം. അതില് OPD എന്ന് എഴുതാം. OPD ഒരു ഹൈഫൻ ഇട്ടിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്തെങ്കിലും എഴുതണ്ടേ? ആദ്യത്തെ ദിവസമല്ലേ? അല്ലെങ്കിൽ ഞാനൊന്നും എടുത്തില്ല എന്ന് നിങ്ങൾ പറയും. കാരണം എടുത്തതിന് തെളിവൊന്നുമില്ല. ഈ ഒരു ചെറിയ പേജില് ആ ഒരു ടേബിളാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാ, തെളിവിന് വേണ്ടിയിട്ടാ. തെളിവുകൾ വേണമല്ലോ എല്ലാത്തിനും. ഓക്കെ, OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Next one, IPD, inpatient department. IPD, inpatient department. Inpatient department. Next, second classification heading is supportive department. സപ്പോർട്ടീവിൽ എല്ലാത്തിനെയും കുറിച്ച് എഴുതാനില്ല. നമ്മൾ ഇതൊക്കെ വീണ്ടും വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ നോട്ട്സ് ഒന്നും ഇനി ഇല്ല കേട്ടോ. അത് നോട്ടായിട്ട് തന്നെ ഈ ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡഡ് ഫോം എഴുതാൻ വേണ്ടി മാത്രമാണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ ജനറൽ എന്ന് എഴുതാം. ജനറലിൽ വരുന്നതാണ്, ജനറൽ വിഭാഗത്തിലാണ്. ജനറലില് CSSD എന്ന് എഴുതാം. CSSD. Write the expanded form. Central, CENTRAL. Central. Sterile, STERILE. Sterile. Central. Sterile. Supply, SUPPLY. Supply department. Central Sterile Supply Department. ഓക്കെ, ഇത്രയും വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ഫുൾ ഫോംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇതൊക്കെയോ പറഞ്ഞല്ലോ, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചു കാര്യം നമ്മൾ ടോപ്പിക് വൈസ് പോകുമ്പോൾ ഇത്തിരിക്കോളം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തോർത്തിരിക്കുക വീട്ടില്. ഓക്കെ, സോ കുഴപ്പമുണ്ടോ ക്ലാസ്? ആർ യു ഓക്കെ? Yes, ma'am. Yes, Yes, ma'am. Yes, ma'am. Okay. Yes, ma'am. Okay, well,
ഡൗട്ട് താങ്ക് യു. മിസ് ഒരു ഡൗട്ട്. പറയൂ. മിസ് എനിക്ക് നോട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഇതിപ്പോ എഴുതിയിട്ടാണോ?